ഹരികൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുട്ടികളുടെ മഹാഭാരതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പാണ്ഡവരുടെ വനവാസത്തെ പറ്റിയും അജ്ഞാതവാസത്തെ പറ്റിയിട്ടുമാണ്. അപ്പോൾ നോക്കാം. വനവാസകാലത്ത് പല വിശേഷ സംഭവങ്ങളും ഉണ്ടായി, പല വിഭക്തകളും ഉണ്ടായി. വിശിഷ്ടരായ പല മഹർഷിമാരും അവരെ വന്നു കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ശ്രീകൃഷ്ണനും അവരെ സന്ദർശിച്ചു. വ്യാസൻ്റെ നിർദ്ദേശപ്രകാരം അർജുനൻ തപസ്സു ചെയ്ത് പല ദിവ്യാസ്ത്രങ്ങളും സ്വന്തമാക്കി. ഒരിക്കൽ വനവാസം നടത്തുന്ന പാണ്ഡവരെ തങ്ങളുടെ പ്രതാപം കാണിക്കുവാൻ വേണ്ടി ദുര്യോധനനും കൂട്ടരും ദൈത്യവനത്തിൽ എത്തി. എന്നാൽ അവിടെ എത്തിയ ഗന്ധർവന്മാർ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തടവുകാരാക്കി. ഭീമൻ ഇതുകേട്ട് വളരെയധികം സന്തോഷിച്ചെങ്കിലും യുധിഷ്ഠിരൻ അർജുനനോട് അവരെ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ സഹോദരന്മാരാണല്ലോ. ഭീമാർജുനന്മാർ ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി ദുര്യോധനനെയും കൂട്ടരെയും മോചിപ്പിച്ചു. വാസ്തവത്തിൽ ചിത്രസേനൻ എന്ന ഗന്ധർവൻ അർജുനൻ്റെ സുഹൃത്തായിരുന്നു. ദുര്യോധനനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ദുര്യോധനനുണ്ടോ പഠിക്കുന്നു, കൂടുതൽ വിരോധം ഉണ്ടായതേയുള്ളൂ. അടുത്തത് അജ്ഞാതവാസത്തെ പറ്റി. 12 വർഷകാലത്തെ വനവാസം അവസാനിപ്പിച്ചു. വിരാട് രാജധാനിയിൽ അജ്ഞാതവാസം നയിക്കാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ കങ്കൻ എന്ന പേരിൽ വിരാട് രാജാവിൻ്റെ സദസ്യനായി. ഭീമൻ പാണ്ഡവ രാജധാനിയിലെ പാചകക്കാരനായിരുന്ന വലലാണെന്ന് പറഞ്ഞ് വിരാട് രാജധാനിയിലെ പാചകക്കാരനായി. അർജുനൻ ബൃഹന്തള എന്നു പേരുള്ള ഷണ്ഡനായി. വിരാട് രാജധാനിയിലെ സ്ത്രീകളെ നൃത്തവും പാട്ടും അഭ്യസിപ്പിച്ചു. നകുലൻ ഗ്രന്ഥികൻ എന്ന പേരിൽ കുതിരക്കാരനായും സഹദേവൻ തന്ത്രപാലൻ എന്ന പേരു സ്വീകരിച്ച് ഗോപാലകനായും വിരാട് രാജധാനിയിൽ കഴിഞ്ഞു. പാഞ്ചാലി വിരാട് രാജ്ഞിയുടെ സൈരന്ധ്രിയായി. അജ്ഞാതവാസകാലവും സംഭവബഹുലമായിരുന്നു. ഒരിക്കൽ ജീമൂതൻ എന്നൊരു മല്ലൻ വിരാട് രാജധാനിയിലെത്തി. അവിടെയുള്ളവരെയൊക്കെ ദ്വന്ദ്വയുദ്ധത്തിൽ തോൽപ്പിച്ചു. വിരാട് രാജാവിൻ്റെ കൽപ്പനപ്രകാരം ബലനായി കഴിഞ്ഞിരുന്ന ഭീമൻ ജീമൂതനുമായി ഏറ്റുമുട്ടി അയാളെ കൊന്നു. വിരാട് രാജാവിൻ്റെ ഭാര്യാ സഹോദരൻ കീചകൻ എന്ന ദുഷ്ടനെ സൈരന്ധ്രിയിൽ മോഹമുദിച്ചു നിരന്തരം ശല്യപ്പെടുത്താൻ തുടങ്ങി. പാഞ്ചാലി വിവരം ഭീമനെ അറിയിച്ചു. ഭീമൻ്റെ നിർദ്ദേശപ്രകാരം പാഞ്ചാലി കീചകനെ ഒരു രഹസ്യസ്ഥലത്തേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് ഭീമൻ കീചകനെ കൊന്നു. തൻ്റെ 5 ഗന്ധർവ ഭർത്താക്കന്മാരിൽ ഒരാളാണ് കീചകനെ കൊന്നതെന്ന് സൈരന്ധ്രി പ്രചരിപ്പിച്ചു. കീചകൻ്റെ മരണത്തോടെ ദുർബലമായി തീർന്ന വിരാട് രാജ്യത്തെ ആക്രമിക്കാൻ ത്രിഗർത്ത രാജാവായ സുശർമാവ് പദ്ധതിയിട്ടു. അയാൾ ദുര്യോധനനോട് സഹായം അഭ്യർത്ഥിച്ചു. കീചകനെ കൊല്ലാൻ ഭീമനു മാത്രമേ കഴിയൂ എന്നറിയാമായിരുന്ന ദുര്യോധനനും ഇതൊരവസരമായി കരുതി. പാണ്ഡവർ വിരാട് രാജധാനിയിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ. എന്നാൽ അവർക്ക് വീണ്ടും 12 വർഷം വനവാസം. ഹരേ കൃഷ്ണ. അജ്ഞാതവാസവും വനവാസവും കഴിഞ്ഞു. അടുത്തത് വിരാട് രാജ്യത്തെ യുദ്ധമാണ്. അടുത്ത വീഡിയോയിൽ നോക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി.